+1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 2 പാർട്ട് 3 ലോജിക് ഗേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാപ്റ്റർ 2വിൻ്റെ അവസാന ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ആദ്യമായി നമുക്ക് ലോജിക് ഗേറ്റ്സ് എന്താണെന്ന് പഠിക്കാം. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് on one or more logical inputs and produce a single logical output എന്നാണ് ഇതിൻ്റെ നിർവചനം. ചുരുക്കി പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേഷനുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ലോജിക് ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ബേസിക് ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോജിക് ഓപ്പറേഷനുകൾ നമ്മൾ ചെയ്യാൻ സഹായിക്കുന്ന ബേസിക് ലോജിക് ഗേറ്റുകൾ 3 എണ്ണമാണ്. ആദ്യത്തേതാണ് ആൻഡ് ഗേറ്റ്, രണ്ടാമത്തത് ഓർ ഗേറ്റ്, മൂന്നാമത്തത് നോട്ട് ഗേറ്റ്. അപ്പോൾ ബേസിക് ഗേറ്റുകൾ ഏതൊക്കെയാണെന്ന് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മയിൽ വയ്ക്കുക, ആൻഡ് ഓർ നോട്ട്. ആൻഡ് ഓർ നോട്ടിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസുകൾ നടത്തുവാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇനി ആൻഡ് ഗേറ്റ് എന്താണെന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രാമിൽ 2 സ്വിച്ചുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, എയും ബിയും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ എ എന്ന് പറയുന്ന സ്വിച്ച് ഓഫാണ്, ബി എന്ന് പറയുന്ന സ്വിച്ചും ഓഫാണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കും. ഇനി നമുക്ക് എ എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് AB എന്ന് പറയുന്നത് ഓഫാണ്. വീണ്ടും അടുത്ത കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. എ എന്ന് പറയുന്ന സ്വിച്ചിനെ ഓൺ ചെയ്തു, ബി എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ എ ഓൺ ചെയ്തു, ബി ഓഫ് ചെയ്തു. അതുകൊണ്ട് ഔട്ട്പുട്ട് ഓഫ് തന്നെയാണ്. ഇനി നമുക്ക് 2 സ്വിച്ചും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എയും ഓൺ ചെയ്യുന്നു, ബിയും ഓൺ ചെയ്യുന്നു. സോ അവിടെ ബൾബ് കത്തി, അപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷനുകൾ എന്ന് വിളിക്കുന്നത്. ലോജിക്കൽ ഓപ്പറേഷനുകൾ നടത്താൻ ആവശ്യമായ ഡിവൈസിനെയാണ് ഗേറ്റ്, ലോജിക് ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ്. എ എന്ന ഇൻപുട്ടും ബി എന്ന ഇൻപുട്ടും കൂടിയിട്ട് ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് A.B ആണ്. ഇത് ജസ്റ്റ് ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. കൂട്ടുകാർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. A0 B0, അതായത് A × B ഇവിടെ 0 ആണ്. അടുത്ത നോക്കൂ, 0 × 1 0, 1 × 0 0, 1 × 1 1. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ലോജിക്കൽ സിമ്പിൾ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ആൻഡ് ഗേറ്റ് വരയ്ക്കുന്നത്. എ ഇൻപുട്ട് ചെയ്തു, ബി ഇൻപുട്ട് ചെയ്തു, ഔട്ട്പുട്ട് നമുക്ക് A.B ലഭിച്ചു. അടുത്തതായി നമുക്ക് ഓർ ഗേറ്റ് ഒന്ന് പരിശോധിക്കാം. ഓർ ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 2 സ്വിച്ചിൻ്റെ എയും ബിയും ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഒന്ന് പരിശോധിക്കാം. എ എന്ന് പറയുന്ന സ്വിച്ചും ഓഫാണ്, ബി എന്ന് പറയുന്ന സ്വിച്ചും ഓഫാണ്. അപ്പോൾ ഔട്ട്പുട്ട് നോർമലി ഓഫ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എ എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ബൾബ് കത്തി. അപ്പോൾ എ എന്ന് പറയുന്ന സ്വിച്ച് ഓഫാണ്, ബി എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് ഓൺ ആണ് കിട്ടുക. വീണ്ടും നമുക്ക് എ എന്ന് പറയുന്ന സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോഴും ബൾബ് കത്തി. അപ്പോൾ എ 1 ആയി, ബി 0 ആണെങ്കിലും A+B 1 ആണ്, അതായത് ഔട്ട്പുട്ട് ഓൺ ആണ്. ഇനി നമുക്ക് 2 സ്വിച്ചും ഓൺ ചെയ്ത് നോക്കാം. 2 സ്വിച്ചും ഓൺ ചെയ്താലും ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. ഇതിൽ 1 ഓണിനെയും 0 ഓഫിനെയും ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഓർ ഗേറ്റിൻ്റെ ലോജിക്കൽ സിമ്പിൾ ഒന്ന് നമുക്ക് പഠിക്കാം. ഓർ ഗേറ്റ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? എ എന്ന ഇൻപുട്ട് കൊടുത്തു, ബി എന്ന ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് A+B. ഇനി നമുക്ക് ബേസിക് ഗേറ്റുകളിൽ അവസാനത്തെ ഗേറ്റാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആകെ ഒരു സ്വിച്ചേ ഉള്ളൂ, അത് എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് A കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. അപ്പോൾ A 0 ആണെങ്കിൽ
എ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. ഇനി നമുക്ക് എ എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈൻ ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഷോർട്ടായിട്ട് ബൾബ് ഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും എ ഓൺ ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0 ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. എ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. നോട്ട് ഗേറ്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഇൻവെർട്ടർ. ഇത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. നോട്ട് ഗേറ്റിനെ ഇൻവെർട്ടർ എന്ന് കൂടി വിളിക്കുന്നു. ഇനി ഇതിൻ്റെ ലോജിക് സിമ്പിൾ ഒന്ന് പരിശോധിക്കാം. ഇങ്ങനെയാണ് നോട്ട് ഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. എ ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അടുത്തതായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ്. നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണത്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇവയെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, യൂണിവേഴ്സൽ ഗേറ്റുകൾ 2 എണ്ണമാണുള്ളത്. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഇത് കുട്ടികളെല്ലാവരും ബൈഹാർട്ട് ചെയ്യണം. നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയുമാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക് ഗേറ്റുകളായ ആൻഡ്, ഓർ, നോട്ട് എന്നീ ഗേറ്റുകൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോർ ഗേറ്റ് ഉപയോഗിച്ചും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. നാൻഡ് ഗേറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് നോട്ട് ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടി ചേർന്ന ഗേറ്റാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എ ഇൻപുട്ട് കൊടുത്തു, ബി ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ആൻഡ് ഗേറ്റിനുള്ളിലൂടെ കടന്നു വരുമ്പോൾ എ ഡോട്ട് ബി ആണ് കിട്ടുന്നത് നമുക്കറിയാം. ഈ എ ഡോട്ട് ബിയെ വീണ്ടും നമ്മൾ നോട്ട് ഗേറ്റിനുള്ളിലൂടെ കടത്തി വിടുമ്പോൾ എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്നത് ഓർക്കുക. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂസ് കൊടുക്കാം. ആദ്യം എ 0, ബി 0 ആണ്, എ ബി 0 ആണ്, എ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. വീണ്ടും 0, 1, എ ഡോട്ട് ബി 0 ആണ്, എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് 1 ആണ്. 1, 0, എ ഡോട്ട് ബി 0 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആണ്. ഇനി എയും ബിയും 1 ആണെങ്കിൽ എ ഡോട്ട് ബി 1 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആണ്. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ ലോജിക് സിമ്പൽ ഒന്ന് പഠിക്കാം. ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വരയ്ക്കുന്നത്. അതായത് ആൻഡ് ഗേറ്റിൻ്റെ മുന്നിൽ ഒരു സർക്കിൾ പ്ലേസ് ചെയ്താൽ, ഒരു ചെറിയൊരു ഉണ്ട പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? നാൻഡ് ഗേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ആൻഡ് ഗേറ്റ് വരച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ സർക്കിൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നാൻഡ് ഗേറ്റായി. ഇവിടെ എ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു, ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ ഇതിനു വേണ്ടി മാത്രം ഒന്ന് വരയ്ക്കാം. എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ 0, ബി 0 ആണെങ്കിൽ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് 1 ആണ്. എ 0, ബി 1 ആണെങ്കിൽ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് 1 ആണ്. എ 1, ബി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. എയും ബിയും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാൻഡ് ഗേറ്റ് ഈ രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. ഇനി നാൻഡ് ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ആൻഡ് ഗേറ്റ് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പം നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് 2 നാൻഡ് ഗേറ്റുകളാണ്. അതിൽ ആദ്യത്തെ നാൻഡ് ഗേറ്റിൽ എയും ബിയും ഇൻപുട്ടായിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വന്നു. ഇനി വീണ്ടും നാൻഡ് ഗേറ്റിനുള്ളിലൂടെ പാസ് ചെയ്ത് വിടുമ്പോൾ അവിടെ നോട്ട് ഗേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടിയായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് വീണ്ടും ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എ ബി ആണോ കിട്ടുന്നത് എന്ന് അതിൻ്റെ പ്രൂഫ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് സയൻസ് ആണല്ലോ, സയൻസിനാവുമ്പോൾ പ്രൂഫ് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചിട്ടൊന്ന് നമുക്ക് തെളിയിക്കാം. എ ബി, എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ്, എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ്.
0 0 0 1 1 0 1 1. അപ്പോൾ നമ്മൾ എല്ലാ കോമ്പിനേഷൻസും എഴുതി. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ എല്ലാ കോമ്പിനേഷൻസും എഴുതുന്നത്, എങ്ങനെയാണ് ഈ കോമ്പിനേഷൻസ് എഴുതുന്നതെന്ന്. ഇത് വളരെ സിമ്പിളാണ്, ഞാൻ പറയാം. ഈ 0 0 എന്ന് പറഞ്ഞാൽ സീറോയിനെ ബൈനറിയിൽ രേഖപ്പെടുത്തുന്നതാണ് 0 0, അറിയാലോ. 1നെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? 0 1. 2നെയോ 1 0. 3നെയോ 1 1. ഇത്രയേ ഉള്ളൂ അത്. ഇനി എ ബി എങ്ങനെയാണെന്ന് നോക്കാം. a into b 0 into 0 0, 0 into 1 0, 1 into 0 0, 1 into 1 1. ഇനി അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണാം 1 1 1 0. ഇനി വീണ്ടും ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത് 0 0 0 1. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ബി ആണെന്ന്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഓർ ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്ക് 3 നാൻഡ് ഗേറ്റുകളാണ് വേണ്ടത്. 3 എണ്ണം തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ എ കൊടുക്കുന്നു, രണ്ടാമത്തതിൻ്റെ ബി കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ കോംപ്ലിമെൻറ്റ്, രണ്ടാമത്തതിൻ്റെ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കൂടി നാൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണല്ലോ. അപ്പോൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട്, നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി ഉത്തരം കിട്ടി. അതായത് ഓർ ഗേറ്റ് നമ്മൾ ഉണ്ടാക്കി എന്നർത്ഥം. ഇനി ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണെന്നാണ് പറയുന്നത്. ആണോ എന്ന് നമുക്കൊരു പ്രൂഫ് വേണ്ടേ. അപ്പോൾ എ ബി നമ്മൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതുന്നു. 0 0 0 1 1 0 1 1. എയുടെ കോംപ്ലിമെൻറ്റ് എഴുതുന്നു 1 1 0 0. ബിയുടെ കോംപ്ലിമെൻറ്റ് എഴുതുന്നു. ഇനി എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എഴുതുന്നു. 1 into 1 1 0 0 0. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു 0 1 1. ഇനി എ പ്ലസ് ബി, എയും ബിയും തമ്മിൽ പ്ലസ് ചെയ്യുന്നു. 0 0 plus 1 1 1 plus 0 0 1 plus 1 1. അപ്പോൾ ചിലർ ചോദിക്കും 1 plus 1 എങ്ങനെയാണ് 1 ആവുന്നത്? 1 plus 1 0 ആണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കുന്നത് സ്വിച്ച് ഓൺ ആണെന്നും 0 എന്ന് ഉദ്ദേശിക്കുന്നത് സ്വിച്ച് ഓഫ് ആണെന്നും എന്നുള്ളതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആണ്, ബി എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ എ പ്ലസ് ബി ഓൺ ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ബി ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആകെ ഒരു നാൻഡ് ഗേറ്റ് മാത്രം മതി. അവിടെ എ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു, എ കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ടായിട്ട് ലഭിച്ചു. ഇപ്പോൾ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആൻഡ് ഗേറ്റ് ഉണ്ടാക്കി, ഓർ ഗേറ്റ് ഉണ്ടാക്കി, നോട്ട് ഗേറ്റ് ഉണ്ടാക്കി. ഇനി ഇത് ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 നാൻഡ് ഗേറ്റുകൾ ആവശ്യമാണ്. ഓർ ഗേറ്റ് ഉണ്ടാക്കാനോ 3 നാൻഡ് ഗേറ്റുകൾ ആവശ്യമാണ്. നോട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ 1 നാൻഡ് ഗേറ്റ് മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നാൻഡ് ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആവുന്നത്? അത് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി വ്യക്തമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് നോർ ഗേറ്റിനെ കുറിച്ച് പഠിക്കാം. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റിൻ്റെയും നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ എ ബി 2 ഇൻപുട്ട് കൊടുക്കുന്നു. എ പ്ലസ് ബി ആണ് ഔട്ട്പുട്ട്. ഇത് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. A0 B0 എ പ്ലസ് ബി 1 ആണ്, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് 0 ആണ്. A1 B0 ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആണ്. എയും ബിയും 1 ആണെങ്കിൽ എ പ്ലസ് ബി 1 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആണ്. ഇനി നമുക്കതിൻ്റെ ലോജിക്കൽ സിമ്പിൾ ഒന്ന് പഠിക്കാം. ലോജിക്കൽ സിമ്പിൾ നേരത്തെ നാൻഡ് ഗേറ്റിന് പറഞ്ഞ പോലെ തന്നെയാണ്. ഓർ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ചെറിയ സർക്കിൾ പ്ലേസ് ചെയ്താൽ, ഒരു ചെറിയ ഉണ്ട പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ നോർ ഗേറ്റ് എന്ന് വിളിക്കാം. അതായത് ഓർ ഗേറ്റിൻ്റെ മുന്നിൽ നോട്ട് ഗേറ്റ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു, ബി എന്ന് പറയുന്ന അനദർ ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് കിട്ടുന്നത് എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. എ ബി എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്. 0 0 1 ആണ്,
0 1 0 1 0 0 1 1 0. ഇനി നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. അതിന് വേണ്ടത് നമുക്ക് 3 നോർ ഗേറ്റുകളാണ്. 3 എണ്ണം തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആദ്യത്തെ നോർ ഗേറ്റിൽ എ എന്ന ഇൻപുട്ട് കൊടുത്തു, രണ്ടാമത്തേൽ ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. ആദ്യത്തെ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് അപ്പോൾ എ കോംപ്ലിമെന്റ് ആയിരിക്കും. രണ്ടാമത്തെ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. അപ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണോ എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രൂത്ത് ടേബിൾ തയ്യാറാക്കുന്നു. എല്ലാ കോമ്പിനേഷൻസും നമ്മൾ എഴുതുന്നു. എയുടെ കോംപ്ലിമെൻറ്റുകൾ നമ്മൾ എഴുതുന്നു, അതുപോലെ ബിയുടെ കോംപ്ലിമെൻറ്റ് എഴുതുന്നു. എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ എഴുതുന്നു. അതുപോലെ അവസാനമായി എ ഡോട്ട് ബി നമ്മൾ എഴുതുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ബി ആണെന്ന്. അടുത്തതായി നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓർ ഗേറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് 2 നോർ ഗേറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യത്തേതിൽ നമ്മൾ എ ഇൻപുട്ടായിട്ട് കൊടുത്തു, ബി ഇൻപുട്ടായിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. വീണ്ടും നമ്മളൊരു നോർ ഗേറ്റിലൂടെ പാസ് ചെയ്ത് വിടുമ്പോൾ എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് വീണ്ടും ഹോൾ കോംപ്ലിമെൻറ്റ് വരും വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നോട്ട് ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ആകെ ഒരു നോർ ഗേറ്റ് മാത്രമാണ്. എ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് എ കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ടും ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ നോർ ഗേറ്റും ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതൊന്ന് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാം. നോർ ഗേറ്റ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 3 നോർ ഗേറ്റുകൾ ആവശ്യമാണ്. ഓർ ഗേറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 നോർ ഗേറ്റ് ആണ് ആവശ്യം. നോട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ ഒരു നോർ ഗേറ്റ് മാത്രം മതി. ഇതും എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ വളരെ കൺഫ്യൂസിങ്ങുമാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. കൺസ്ട്രക്ട് എ ലോജിക്കൽ സർക്യൂട്ട് ഫോർ ദ ബൂളിയൻ എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ്. എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് എന്ന എക്സ്പ്രഷൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇതിൽ ഓർ ഓപ്പറേഷനാണ് ലാസ്റ്റായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർ ഗേറ്റ് ആദ്യമേ പ്ലേസ് ചെയ്യുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ആദ്യത്തെ ഇൻപുട്ടായിട്ട് എക്സ് ഡോട്ട് വൈ കൊടുത്തു, രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് വൈ കോംപ്ലിമെൻറ്റും കൊടുത്തു. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ വ്യക്തമാണല്ലോ, എക്സ് ഡോട്ട് വൈ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അതുപോലെ വൈ കോംപ്ലിമെൻറ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് കിട്ടും. കാരണം ഓർ ഗേറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എക്സ് ഡോട്ട് വൈ കിട്ടാനായിട്ട് നമ്മൾ ഏത് ഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഗേറ്റിനപ്പോൾ 2 ഇൻപുട്ടുകളുണ്ട്, എക്സും വൈയും. അപ്പോൾ എക്സും വൈയും ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ എക്സ് ഡോട്ട് വൈ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതിന് താഴെ നമ്മളൊന്ന് നോക്കുക. അവിടെ വൈ കോംപ്ലിമെൻ്റ് ആണ് കിട്ടേണ്ടത്. വൈ കോംപ്ലിമെൻറ്റ് കിട്ടണമെങ്കിൽ ഏത് ഗേറ്റ് ആണ് പ്ലേസ് ചെയ്യേണ്ടത്? നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ വൈയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് നോട്ട് ഗേറ്റ് പ്ലേസ് ചെയ്താൽ അവിടെ വൈ കോംപ്ലിമെൻറ്റ് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റിൻ്റെ സർക്യൂട്ട്. ഇപ്പോൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്പീഡിൽ ഒന്നുകൂടി കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യേണ്ട എക്സ്പ്രഷൻ എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ്. ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും അവസാനം നടക്കേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്? എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബിയും
മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റുമാണ്. ഇനി എ പ്ലസ് ബി കിട്ടാനായിട്ട് നമ്മൾ ഏത് ഗേറ്റ് ആണ് വെക്കേണ്ടത്? തീർച്ചയായിട്ടും ഓർ ഗേറ്റ് ആണ് വെക്കേണ്ടത്. ഓർ ഗേറ്റിൽ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് കിട്ടാനായിട്ട് അവിടെയും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഓർ ഗേറ്റ് തന്നെയാണ്. ഇനി മുകളിലുള്ള ഓർ ഗേറ്റിൽ നോക്കുക. ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ടുകൾ കൊടുക്കണം. അത് ഒന്ന് എയും ഒന്ന് ബിയും. എയും ബിയും ഓർ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ അത് എ പ്ലസ് ബി എന്ന് കിട്ടും. ഇനി താഴെയുള്ള ഓർ ഗേറ്റിലേക്ക് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആണ് വരേണ്ടത്. അപ്പോൾ എ കോംപ്ലിമെന്റ് ലഭിക്കാനായി എയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് ഓർ ഗേറ്റിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ബി കോംപ്ലിമെന്റ് കിട്ടുവാനായി ബിയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തുകൊണ്ട് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് ഓർ ഗേറ്റിലോട്ട് പോകുന്നു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചിത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരച്ച് പഠിക്കുക. ഇതൊന്നുകൂടി സ്പീഡിൽ കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് അവസാനമായി മറ്റൊരു എക്സ്പ്രഷൻ കൂടി ഒന്ന് നോക്കാം. എ കോംപ്ലിമെന്റ് ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ്. ഇവിടെ അവസാനമായി നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എ ഡോട്ട് ബി കോംപ്ലിമെന്റ് കൊടുക്കുന്നു. ഇനി എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കിട്ടുവാനായി നമ്മളൊരു ആൻഡ് ഗേറ്റ് പ്ലേസ് ചെയ്തു. എ ഡോട്ട് ബി കോംപ്ലിമെന്റ് കിട്ടുവാനായി മറ്റൊരു ആൻഡ് ഗേറ്റും പ്ലേസ് ചെയ്തു. ആദ്യത്തെ ആൻഡ് ഗേറ്റിന്റെ ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആണ്. അത് കിട്ടുവാനായി നമ്മളൊരു നോട്ട് ഗേറ്റ് പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ഇൻപുട്ടായി നമ്മൾ ബിയും കൊടുത്തു. ഇനി താഴെയുള്ള ആൻഡ് ഗേറ്റിലേക്ക് എയും അതുപോലെ തന്നെ ബി കോംപ്ലിമെന്റുമാണ് വേണ്ടത്. അപ്പോൾ ബിയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമോർഗൻസ് തിയറമാണ്. ഡിമോർഗൻസ് തിയറംസ് പഠിക്കാതെ ഈ ചാപ്റ്റർ പൂർത്തിയാവില്ല. ഡിമോർഗൻസ് തിയറം രണ്ടെണ്ണമാണുള്ളത്. ആദ്യത്തത് എക്സ് പ്ലസ് വൈ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ്. രണ്ടാമത്തത് എക്സ് ഡോട്ട് വൈ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ്. ഇനി ഇതൊന്ന് ട്രൂത്ത് ടേബിളിന്റെ സഹായത്തോടു കൂടി നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. അത് നമ്മൾ എക്സ് വൈ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പോസിബിൾ കോമ്പിനേഷൻസ് രേഖപ്പെടുത്തുന്നത് 0, 1, 2, 3 എന്നീ ക്രമത്തിലാണ്. ഇനി എക്സ് ഡോട്ട് വൈ നമുക്കൊന്ന് നോക്കാം. 0, 0, 0, 1. എക്സ് ഡോട്ട് വൈ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിട്ടിയതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. 0ക്ക് 1, 0 ആണ്, വീണ്ടും 1, 0, 1, 0. ഇനി എക്സ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എക്സിനെ നേരെ നോക്കുക. 1, 1, 0, 0. അതുപോലെ ഇനി വൈ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതിന് വൈയുടെ നേരെയുള്ള വാല്യൂസിന്റെ കോംപ്ലിമെന്റ് എഴുതുക. 1, 0, 1, 0. ഇനി എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ് നോക്കുക. 1 പ്ലസ് 1, 1, 1 പ്ലസ് 0, 1, 0 പ്ലസ് 1, 1, 0 പ്ലസ് 0, 0. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് ഡോട്ട് വൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ ആദ്യത്തെ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ തിയറം നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ്. എക്സും വൈയും എഴുതി, പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ എഴുതി. എക്സ് പ്ലസ് വൈ നമ്മൾ കണ്ടുപിടിക്കുന്നു. എക്സ് പ്ലസ് വൈ ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു. എക്സ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു. വൈ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു. ഇനി എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് പ്ലസ് വൈ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ അതും നമ്മൾ പ്രൂവ് ചെയ്തു. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വളരെ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഒരുപാട് മാർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 9 മാർക്കോളം പ്രതീക്ഷിക്കുന്നുണ്ട്. 3 എപ്പിസോഡുകളിലായിട്ടാണ് ഈ ചാപ്റ്റർ പൂർത്തിയായത്. അതുകൊണ്ട് മുൻപുള്ള എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നാളെ ചാപ്റ്റർ 3 നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.
like a bird on a tree.